ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ തലക്കെട്ട് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അത് ലോകാവസാനത്തെ പറ്റി ഏതോ ഞാൻ പറയാൻ തുടങ്ങുകയാണ് എന്ന്. അല്ല, കാരണം ഈ നാളുകളിൽ ഏറെ പേര് തിരുസഭ വിട്ടുപോകുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വേലക്കാരോട് പിണങ്ങി വീട് വിട്ടുപോകരുത്. കാരണം നിങ്ങൾ ഓർക്കണം, നമ്മൾ ആരാണ് എന്ന്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധ ജനമാണ്. 1 പത്രോസ് 2:29. ഇനി സഭ എന്ന് പറയുന്നത് മാർപ്പാപ്പായോ മെത്രാനോ അല്ലെങ്കിൽ അച്ഛന്മാരോ കന്യാസികളോ അല്ല. സഭ ദൈവജനമാണെന്ന് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതെ, ബൈബിളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. 1 കൊറിന്തോസ് 12:27 വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പം ജോസഫും തോമായും ദയ്യാമയും മറിയാമയും ചിന്നമ്മയും എല്ലാം കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇത് മറക്കരുത്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ആ സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് മാർപ്പാപ്പായും മെത്രാന്മാരും പുരോഹിതന്മാരും എല്ലാം. അത് മനസ്സിലാക്കണം. നമ്മൾ കൊളോസ്യോസ്യർക്കൽ ലേഖനത്തിന്റെ 1-ാം അധ്യായം 18 വായിക്കുന്നുണ്ടല്ലോ, നമ്മളാണ് സഭ. ആ സഭയുടെ ശിരസ്സാണ് കർത്താവ്. അപ്പം കർത്താവാണ് സഭയുടെ ശിരസ്. മാർപ്പാപ്പ കാണപ്പെട്ട തലവൻ എന്ന് നമ്മൾ പറയും, വിശേഷിപ്പിക്കും. പക്ഷെ യഥാർത്ഥ തലവൻ ഈശോ ആണ്. അപ്പോൾ ഈശോയെ വിട്ടുപോകരുത്. ഒരുപക്ഷെ നമ്മുടെ ഗണത്തെ നയിക്കേണ്ട ആളുകൾ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അജഗണത്തിന് നേരെ അസ്വസ്ഥതകളുണ്ട്. നമ്മൾ ജെറമ്യാ പ്രവാചകൻ 10:21 വായിക്കുന്ന പോലെ, ഇടയന്മാരെല്ലാം ഭോഷന്മാരാണ്, അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല, അതിനാൽ അവർക്ക് ഐശ്വര്യവുമില്ല, അവരുടെ അജഗണം ചിതറിപ്പോയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി അത് പറയുന്നത്. ഞാൻ മെത്രാന്മാരെയോ അച്ഛന്മാരെയോ കുറ്റപ്പെടുത്തുകയല്ല. ഞാനും ഒരു അച്ഛനാണ്, ഞാനും ഒരു ഇടയനാണ്. ഇനിയും കർത്താവായ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കണം. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നവരാണ് അജപാലകരായ നിങ്ങൾ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനമാണിത്, മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. അപ്രകാരം ഒരു ചിലർ ഉത്തരവാദിത്തോടെ ജോലികൾ ചെയ്യുന്നില്ലായിരിക്കാം. എങ്കിൽ അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയാറുള്ളത് പോലെ, ഒരു വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്. ആ വേലക്കാരൻ ജോലി ഭംഗിയായി ചെയ്യുന്നില്ല. ഉത്തരവാദിത്തോടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? തെറ്റിതിരുത്തും, ശാസിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. ഒരിക്കലും നമ്മൾ നമ്മുടെ വീട് വിട്ടുപോകുകയില്ല ആ വേലക്കാരൻ മോശമാണെന്ന് പറഞ്ഞ്. ഞാനിത് പറയാൻ കാരണം, സഭയിലെ വേലക്കാരാണ് ഞാനും ഞാൻ അടങ്ങിയ പുരോഹിത ഗണവും അജപാലകർ മുഴുവൻ. ഞങ്ങളുടെ പട്ടത്തെപ്പറ്റി പറയുന്നത് ശുശ്രൂഷ പട്ടമെന്നാണ്. അപ്പൊ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. യഥാർത്ഥ രാജകീയ പുരോഹിതർ ദൈവജനമാണ്. അപ്പൊ ദൈവജനവും വേലക്കാരായ ഞങ്ങളും കൂടിയതാണ് തിരുസഭ. അപ്പൊ ഈ വേലക്കാര് നല്ലപോലെ ജോലി ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വേണ്ടവരെ നോക്കി അന്വേഷിക്കാത്തത് കൊണ്ട് സഭ വിട്ടുപോകുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. അപ്പം സഭയാകുന്ന ഭവനം നിങ്ങളുടേതാണ്. സഭ എന്റേതാണ് എന്ന ബോധ്യം എന്റെ മക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരുടെ സഹപൗരത്വം ഉള്ളവരാണ് നമ്മൾ, അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പുണ്യവാന്മാരുടെ ഒരുമ്പാട്, പുണ്യവാന്മാരുടെ ഐക്യം നമുക്ക് സ്വർഗത്തിലെ പുണ്യവാന്മാരുമായും ശുദ്ധീയ സ്ഥലത്തിലെ ശുദ്ധീകരിക്കപ്പെടുന്ന പുണ്യവാന്മാരുമായും ലോകത്തിൽ പുണ്യവാന്മാരാകാനുള്ളവർ വല്ലമായി ഒരു വലിയ കൂട്ടായ്മയുണ്ട് എന്ന് ഓർക്കണം. അപ്പൊ ഈ കൂട്ടായ്മയെ പരിപാലിക്കുന്ന വൈദികർ, കന്യാസികൾ, അല്ലെങ്കിൽ അച്ഛന്മാര്, മെത്രാന്മാര്, മാപ്പാപ്പ,
അവരിലേതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ തിരുത്തുക, നേരിട്ട് എഴുതുക. ഇനി അതിൽ ക്ഷമിക്കുന്നില്ലയോ, അതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയും, ത്യാഗപൂർവ്വം അവരുടെ മനസാന്തരത്തിന് വേണ്ടിയിട്ട്. ഇനിയും അത് നടക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് അവരെ വെറുക്കരുത്, സ്നേഹപൂർവ്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല ഇനിയും അതെ, അവര് നന്നാവുന്നില്ല, അവരപ്രകാരം തുടരുകയാണോ, സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയിലെ കൂടാശകൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ മക്കളെ നിങ്ങൾ വളരണം. ഇനിയും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും അതെ, വേലക്കാരോട് പിണങ്ങി വീട് വിട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ തലക്കെട്ട് കൊടുത്തത്. ഈ നാളുകളിൽ സഭ വിട്ടു പോകരുതേ, സഭയിൽ തന്നെ ആയിരിക്കണമേ, നിങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കണമേ. നിങ്ങളുടെ വീടാണ് തിരുസഭ. അതെ, തിരുസഭ എന്ന് പറയുന്നത് ഈ കാണുന്ന പള്ളിയോ സ്ഥാപനങ്ങളോ പുറമേ ഉള്ളതല്ല. ഒരു ആന്തരിക ചൈതന്യം നിറഞ്ഞ യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അതെ, നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് എസെക്കിയേൽ പ്രവാചകൻ 3:17 പറയുന്നുണ്ട്, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. അച്ഛന്മാരും കന്യാസികളോ അല്ലെങ്കിൽ മെത്രാന്മാരോ ഒക്കെ ആരാണ് ഇസ്രായേൽ ഭവനത്തിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാവൽക്കാരൻ അഥവാ വേലക്കാർ. പണ്ടൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഗൂർഖാകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഗൂർഖായുടെ പണിയാണ് ഞങ്ങളത്. ശത്രുക്കൾ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളുടെ മുറിവ് വെച്ച് കെട്ടുക. നല്ല ഇടേണ്ട പണി അതാണ്. അത് നിങ്ങളെ ഈശോയുടെ മാറോട് ചേർത്ത് വെക്കുക. ഇതിനു വേണ്ടിയാണ് അധ്വാനം ചെയ്തത്. മക്കളെ, ഒരു പക്ഷെങ്കിൽ അത് നമ്മൾ ഓർക്കാം, ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്. ഈ നാളുകളിൽ നമുക്ക് മെത്രാന്മാരും അച്ഛന്മാരും തമ്മിൽ അടിപിടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതും സഭയില് ആരാധനക്രമത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളും എല്ലാം അങ്ങ് വിസ്മരിക്കുമൊക്കെ. ഇതൊന്നുമില്ല പ്രധാനപ്പെട്ട കാരണം. അത് അവരുടെ വ്യക്തിപരമായ കുറവുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പക്ഷെ സഭ ആ നരകവാതിലുകൾ കടന്ന് ആക്രമിക്കാത്ത കർത്താവാകുന്ന പാറയിൽ പത്രോസിനെ മേൽ സ്ഥാപിച്ച സഭയാണ്. അത് മറക്കരുത്. അപ്പൊ നരക കവാടം പിശാച് ഇവിടെ ജയിക്കില്ല. അപ്പൊ പിശാചില്ലാത്ത, പിശാചിന് സ്വാധീനമില്ലാത്ത ഒരു സഭയാണ് നമ്മുടെ സഭ. ഞാൻ ഇതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോ പറയാം. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. അതായത് ദൈവസ്നേഹത്തിന്റെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ട് വിശുദ്ധരകാരരുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക തിരുസഭ. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ട്, വിട്ടുപോകരുത്. ഉദാഹരണമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നവരിൽ ഏതൊക്കെ കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വിട്ടുപോകുന്ന ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് താമസിക്കേണ്ടവർ, അല്ലേ? അതുപോലെ നമ്മുടെ കുടുംബത്തില് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നോക്കേണ്ടവർ നോക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട് വിട്ടു പോകരുത്, വീട് നമ്മുടേതാണ്. അതുപോലെ തന്നെയാണ് സഭയും. സഭ നമ്മുടേതാണ്, നമ്മളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ആ സഭയിലെ ഓരോ അംഗങ്ങളും ആണ് നമ്മൾ എന്ന് ഓർക്കണം. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ അധികാരികളെ പിണക്കി, അധികാരികളോട് പിണങ്ങി, അധികാരികളിൽ നിന്ന് മാറ്റി നമ്മൾ ചിന്നിച്ചിതറാൻ ഇടയാകരുത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഭ ഐക്യത്തിൽ ഒന്നായി നിൽക്കണം. ആണ് മക്കളെ, നമുക്ക് നമ്മുടെ ഭവനത്തിൽ തന്നെ ആകാം. ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കേണ്ട അങ്ങനെയാണ്. വിശുദ്ധിയിലും അവര് ദൈവകൃപയിലും സഭ പഠിപ്പിക്കുന്നത് ധാരാളം നല്ല പഠനങ്ങളുണ്ട്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരുപക്ഷെ പഠിപ്പിക്കുന്നവർ അപ്രകാരമായിരിക്കില്ലായിരിക്കാം. പോട്ടെ, നമ്മളും അങ്ങനെയാണല്ലോ. ഞാൻ എന്തെല്ലാം പഠിപ്പിക്കുന്നു, ഈ പഠിപ്പിക്കുന്നൊന്നും ഞാനൊരു വിഷയത്തിന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല. അതുപോലെ നിങ്ങൾ മാതാപിതാക്കൾക്കറിയാം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു പക്ഷേ ചെയ്യുന്നില്ല. ഇതൊക്കെ കുറവുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അധികാരികളെ കുറവുകളെ ഒരു മാനുഷികമായ രീതിയിൽ കാഴ്ചപ്പാടിൽ കണ്ടിട്ട് അതിനുപരിയായി അഭൗമികമായി ആധ്യാത്മികമായി പ്രവർത്തിക്കുന്ന ദൈവത്തിനൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് മക്കളെ, ഈ കാലഘട്ടത്തിൽ കത്തോലിക്കരായ നിങ്ങൾ ഓരോരുത്തരും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു, വീട് വിട്ടു പോകരുത്, വീട്ടിൽ തന്നെ കഴിയുക. വീട്ടിലാണ് ഐശ്വര്യം, വീട്ടിലാണ് കൃപ, വീട്ടിലാണ് ഈശോ കടന്നു വരുന്നത്. സഭയിലാണ് ഈശോ കടന്നു വരുന്നത്. സഭയിലെ കൂടാശകളിലൂടെയാണ് ഈശോ കടന്നു വരുന്നത്. അത് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ
ഏതാനും വചനങ്ങൾ എന്നിൽ കൂടി കേട്ട ഈ ജനങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. എന്തെല്ലാം ഉറപ്പുകളും കുറവുകളും കുറ്റങ്ങളും അധികാരികളിൽ നിന്ന്, സഭാധികാരികളിൽ നിന്ന് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവേ, അങ്ങയെ കണ്ടുകൊണ്ട്, തലവനായ അങ്ങയെ കണ്ടുകൊണ്ട്, തലയോട് ചേർന്ന് ഒന്നായി നിന്നുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ സഭയിൽ കൃപ കൊടുക്കണമേ. ഒരിക്കലും സഭ വിട്ടുപോകാൻ ഈ മക്കൾ ആരെയും അനുവദിക്കരുത്. അങ്ങോട് കൂട്ടിച്ചേർക്കപ്പെട്ട അങ്ങയുടെ വിശുദ്ധ ജനത്തെ, അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണത്തെ അങ്ങിപ്പോൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.